ഇവിടയിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. ഡിസംബർ 5-ന് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുന്നതിനിടയിൽ വെസ്റ്റേൺ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും വല്ലാത്ത രീതിയിലുള്ള വിയോജിപ്പാണ് ശരിക്കും ഇന്ത്യയുടെ ഈ പ്രവൃത്തിയോട്. പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അതേ സമയത്തിൽ ഇന്ത്യക്കുള്ളിൽ പല രീതിയിലുള്ള വേണ്ടാത്ത സംഭവങ്ങൾ എന്തെങ്കിലും നടത്താൻ വേണ്ടിയിട്ടുള്ള പല സൈഡിൽ കൂടി ഇന്ത്യക്കുള്ളിൽ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 5-ന് ഇന്ത്യ സന്ദർശിക്കുന്നതാണ് ഇതിന്റെ കാരണം. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ 5-ാം തീയതിക്ക് മുമ്പ് ഇന്ത്യ ഒരു തരത്തിലും പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ബംഗ്ലാദേശുമായിട്ടോ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള, അതായത് എന്തെങ്കിലുമൊക്കെ ഫൈൻഡിങ്സ് ഈ ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയാൽ തന്നെയും 5-ാം തീയതിക്ക് മുൻപായിട്ട് ഒരു രീതിയിലുള്ള പ്രതികരണവും ഇന്ത്യ ചെയ്യാൻ പോകുന്നില്ല. കംപ്ലീറ്റ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ രാജ്യത്തൊട്ടാകെ സെക്യൂരിറ്റി സർവൈലൻസ് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം, ഈ ലോകമെമ്പാടുമുള്ള മെജോറിറ്റി രാജ്യങ്ങളായിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ, അതേപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്ന് ഒറ്റ മനുഷ്യനെയാണ് തടയുന്നത്. അത് വ്ളാഡിമിർ പുടിനെയാണ് തടയുന്നത്. അപ്പോൾ അതായത് ഇതിനകത്ത് മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ട്രംപ് ഒരു 28 പോയിന്റ് ഡ്രാഫ്റ്റ് ചെയ്ത് യൂറോപ്പിനും ഉക്രൈനും കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പണിയാണ് യൂറോപ്പിനും ഉക്രൈനും ട്രംപ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പരമാവധി കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ തിരുത്തലുകൾ വേണമെന്നാണ് ഉക്രൈനിലെ സെലൻസ്കി ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക എടുത്ത് ചർച്ചയ്ക്ക് പോയത്. ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കളം, ആ ഒരുക്കുന്ന കളത്തിൽ പല കാര്യങ്ങളിലും അമേരിക്ക വളരെ കൃത്യമായിട്ടുള്ള ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഒന്നാമത്തെ പോയിന്റ് തന്നെ ഉക്രൈൻ്റെ സോവറനിറ്റിയെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ക കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഉക്രൈൻ്റെ സോവറനിറ്റി ഒരിക്കലും സംരക്ഷിക്കപ്പെടുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പ്രസക്തമായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് വളരെ വളരെ പ്രാധാന്യമുള്ള കുറച്ച് പോയിന്റുകൾ. അപ്പോൾ അതിനകത്ത് ഉക്രൈൻ നാറ്റോയിൽ ഒരിക്കലും മെമ്പർ ആവില്ല, അതുപോലെ നാറ്റോ രാജ്യങ്ങളും ഉക്രൈനെ മെമ്പർ ആക്കില്ല എന്നുള്ളൊരു കൺസെന്റ്, ആ ഒരു പോയിന്റ് ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട്. അത് ഈ ടെറിട്ടറീസിനെ കുറിച്ചുള്ള കുറച്ച് വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. ഈ ടെറിട്ടറിയെ കുറിച്ച് പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ക്രൈമിയ, ലുഹാൻസ്ക്, ഡോണസ്ക്, ഈ ഇത് മൂന്നും റഷ്യയുടെ ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറുകയാണ്. നമ്മൾ ആദ്യം ഒരു പോയിന്റ് നമ്മൾ വായിച്ചായിരുന്നല്ലോ, അതായത് ഉക്രൈൻ്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, അതായത് ഉക്രൈൻ്റെ സോവറനിറ്റിയെ സംരക്ഷിക്കുമെന്ന് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റിനെ ഇൻവാലിഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ പോയിന്റ് വന്നിരിക്കുന്നത്. ഏതാണ്? ഈ 3 സ്ഥലങ്ങളും റഷ്യയുടെ, അതായത് ഡോണസ്ക്, ലുഹാൻസ്ക്, ക്രൈമിയ, ഇത് മൂന്നും റഷ്യയുടെ ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറുകയാണ്. അത് കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഇനിയൊരു 2 പോർഷൻ കൂടി ഉണ്ട്, കേഴ്സൺ, സെബ്രോസേഷ്യ. ഈ കേഴ്സൺ, സെബ്രോസേഷ്യയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ പോയിന്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഈ കേഴ്സണും സെബ്രോസേഷ്യയും ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് IAEA മാനേജ് ചെയ്യും. അതും ഉക്രൈൻ അല്ല മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം തന്നെ, ഇപ്പോൾ ഉക്രൈന് ഈ സെബ്രോസേഷ്യ, കേഴ്സൺ ഭാഗങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉക്രൈൻ അവിടെ കയറി പോകാമല്ലോ. ഇപ്പൊ സംഭവം അതല്ല, ഉക്രൈൻ അവിടെ പോകാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ യുദ്ധം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സമയം ഈ കരാറിൽ ഒപ്പിടുന്നോ, ആ കരാറിൽ ഒപ്പിടുന്ന സമയം വരെ എവിടെയാണോ കയറി പിടിച്ചിരിക്കുന്നത് ആ ഒരു ലൈനിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം അതായത് കേഴ്സണും സെബ്രോസേഷ്യയും ഡീമിലിറ്ററൈസ്ഡ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കും. എന്നിട്ട് ഈ സൈൻ ചെയ്ത ആ മൊമെന്റ് വരെ എവിടെയാണ് കയറി പിടിച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് വെച്ചിട്ട് യുദ്ധം നിർത്തുക. അവിടെ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് ഉക്രൈൻ, അപ്പുറത്ത് റഷ്യ. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റേൺ ഉക്രൈൻ കംപ്ലീറ്റ് ആയിട്ട് റഷ്യയുടെ കയ്യിലേക്ക് അങ്ങ് പോവാണ്. ഇതാണ് 28 പോയിന്റ് നിങ്ങൾ വായിച്ചാലും ഇത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇനി ഇതിനകത്ത് ആർക്കാണ് ഗുണം? ഈ ഇത്രത്തോളം കഷ്ടപ്പെട്ട് മീഡിയേഷൻ ചെയ്യുന്ന അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ ചോദിച്ചാൽ അമേരിക്കയ്ക്ക് ഗുണമുണ്ട്. അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ ട്രംപിന് മാത്രമല്ല, ട്രംപിന്റെ മരുമോന്റെ കമ്പനി, ട്രംപിന്റെ മകന്റെ കമ്പനി, ഇവരുടെയൊക്കെ കമ്പനികളുണ്ടല്ലോ, ഈ കമ്പനികൾക്കെല്ലാം പാർട്ട്ണർഷിപ്പ് ഉള്ള, ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനികളെയൊക്കെ വെച്ച് ഉക്രൈൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ വർക്ക്, റീബിൽഡിംഗ് വർക്കുകളൊക്കെ തുടങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ ഇതിന് ഫണ്ട് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും ഫണ്ട് ഉണ്ട്. ഫണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ഫ്രീസ് ചെയ്ത പൈസ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഫ്രോസൺ ഫണ്ടെല്ലാം എടുത്ത് വീണ്ടും ഉക്രൈൻ്റെ ഉള്ളിലേക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, റീബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മുടക്കാണ്. അതിലും വേറെ കളികൾ വെച്ചിട്ടുണ്ട്. എനിവേ, ഇപ്പോൾ അപ്പം യൂറോപ്പിന് ഉണ്ട്, എല്ലാം ഉണ്ട്. യൂറോപ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, യൂറോപ്പ് ഒരു 100 ബില്യൺ മുടക്കണം. യൂറോപ്പ് 100 ബില്യൺ അഡീഷണൽ ആയിട്ട് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അവരുടെ റീബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ചെയ്യണം. എന്നാൽ ഉക്രൈൻ്റെ കമ്പനികൾ അവിടെ ചെന്ന് പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റത്തില്ല. അത് അമേരിക്കയുടെ ആൾക്കാർ വന്നിട്ട് അവിടെ പണിയെടുക്കും. അമേരിക്കൻ കമ്പനികൾക്കാണ് ഈ കോൺട്രാക്ട്. പ്രത്യേകിച്ച് എന്തെല്ലാം കോൺട്രാക്ട്? പ്രത്യേകിച്ച് കോൺട്രാക്ട് പറയുന്നത് ഗ്യാസ് പൈപ്പ് ലൈൻ, അതുപോലെ ഉക്രൈൻ്റെ എനർജി പവർ സ്റ്റേഷൻസ്, റെസിഡൻഷ്യൽ ഏരിയ ആയിക്കോട്ടെ, അതേപോലെ കമേഴ്ഷ്യൽ ഏരിയ, ഇതെല്ലാം തന്നെ റീബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്ട്, ഇതെല്ലാം തന്നെ അമേരിക്കയ്ക്കാണ് പോകുന്നത്. അമേരിക്ക ജോയിന്റ് വിത്ത് ഉക്രൈൻ
വി വർക്ക് ടുഗദർ. അതാണ്. അതായത് അപ്പോൾ യൂറോപ്പിനൊന്നുമില്ലേ? യൂറോപ്പിനുണ്ട്. യൂറോപ്പ് 100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അത് ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഉക്രൈന്റെ റീബിൽഡിങ്ങിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ ഈ പൈസ തരേണ്ടതുണ്ട്. അതായത് റഷ്യയുടെ ഈ മുടക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കളെല്ലാം തന്നെ റഷ്യ യൂറോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൈസകൾ മൊത്തം എടുത്ത് ഈ പൈസകളെല്ലാം യൂറോപ്പ് എടുത്ത് 100 ബില്യൺ ലിക്വിഡ് മണിയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അതിന് പുറമെ ബാക്കി കുറച്ച് പൈസ ഉണ്ട്. അതായത് ഏതാണ്ട് 300 ബില്യണോളം ഉണ്ടെന്നാണ് മൊത്തത്തിലുള്ള ഒരു കണക്ക്. അപ്പോൾ ബാക്കിയുള്ള ഫണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള ഫണ്ട് റഷ്യയും അമേരിക്കയും കൂടി ചേർന്നിട്ട്, അല്ലാതെ ഉക്രൈനോ യൂറോപ്യൻ യൂണിയനോ അല്ല, റഷ്യയും അമേരിക്കയും കൂടി ചേർന്നിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ഫണ്ട് ഉണ്ടാക്കാൻ പോവാണ്. ആ ഫണ്ടിൽ റഷ്യയും അമേരിക്കയും ഒരുമിച്ച് ഉക്രൈൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. മനസ്സിലായോ? എന്നാൽ ഉക്രൈന് നാറ്റോയിൽ ചേരാൻ പറ്റില്ല. ഉക്രൈന് ഫുൾ ഫ്രീഡം ടു ജോയിന്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് ഉക്രൈന് ചേരാം. യൂറോപ്യൻ യൂണിയനിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും ചേർന്നോ, പക്ഷേ നാറ്റോ പാടില്ല. ഇതാണ് ഇപ്പം പൊതുവിൽ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് ശരിക്കും വെളുക്ക ഇരുന്ന് ചർച്ചയൊക്കെ നടത്തി ഉക്രൈനിലെ സെലൻസ്കിക്കും അതേപോലെ യൂറോപ്യൻ യൂണിയനും ഒരു തരത്തിലും അമേരിക്കയുടെ മുന്നിൽ എണ്ണീറ്റ് നിന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒരു ഡിസിഷനും എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ മന്ദബുദ്ധികളെ പോലെ ആയിരിക്കുന്ന യൂറോപ്യൻ യൂണിയനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ നോൺ എലക്റ്റഡ് ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എലക്റ്റഡ് ആയിട്ടുള്ള മറ്റുള്ള യൂറോപ്യൻ യൂണിയനിലെ നേതാക്കളെല്ലാം തന്നെ ട്രംപുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സെലൻസ്കിയുടെ കറപ്ഷൻ കേസ്. സെലൻസ്കി ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങളുടെ എല്ലാ കണ്ടീഷൻസിനും ഞാൻ സമ്മതിക്കാം, പക്ഷേ നിങ്ങൾ ഈ എയ്ഡ് തന്ന പൈസ ഉണ്ടല്ലോ, യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പക്കൽ നിന്ന് കുറേ എയ്ഡ് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തരുത്. ഇതാണ് സെലൻസ്കിയുടെ റിക്വസ്റ്റ്. കാരണം വേറെ ഒന്നുമല്ല, അവസാനത്തെ പോയിന്റ് എഴുതി ചേർത്തിരിക്കുന്നത് യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ വിതിൻ 100 ഡേയ്സിൽ ഉക്രൈൻ്റെ ഉള്ളിൽ ഇലക്ഷൻ നടത്തണമെന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആ ഇലക്റ്റഡ് ഗവൺമെന്റ് ആണ്. അപ്പോൾ എങ്ങനെ പോയാലും സെലൻസ്കി പെടും, അത് ഉറപ്പാണ്. പിന്നീട് യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഈ 100 ഡേയ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും മുങ്ങി നാട് വിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. കാരണം അമ്മാതിരി പൈസ മോട്ടിച്ചിട്ടുണ്ട്. അതാണ് ആശാന്റെ പേടി. ഇനി അമേരിക്ക മിലിറ്ററി സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉക്രൈന്. ഇതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി. 6 ലക്ഷം ഭടന്മാരെ ഉക്രൈൻ്റെതായിട്ടുള്ള സോൾജേഴ്സിനെ ഉക്രൈൻ്റെ ഉള്ളിൽ അവർക്ക് നിലനിർത്താം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ഭടന്മാരെ ഉക്രൈൻ്റെ ഉള്ളിൽ നിർത്താൻ പാടില്ല. പിന്നെ ഈ സോൾജേഴ്സിന്റെ എണ്ണം കൂടരുത്, 6 ലക്ഷം. അതിനെ ഇപ്പോൾ സെലൻസ്കി ചോദിച്ചിരിക്കുന്നത് 6 ലക്ഷം പോരാ, ഞങ്ങൾക്ക് 8 ലക്ഷം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് കോമഡി. ഞാനിത് വായിച്ച് ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 6 ലക്ഷം ആയാലെന്ത്, 8 ലക്ഷം ആയാലെന്ത്? ഇതൊക്കെയാണ് നെഗോസിയേഷൻ. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ തലവൻ പോയിരുന്ന് ചോദിക്കുകയാണ്, 6 ലക്ഷം പോരാ, എനിക്ക് 8 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട്. എന്ത് കോമഡിയാണ്! അതായത് രാജ്യത്തിന്റെ പകുതി അങ്ങ് പോവുകയാണ്. ഈസ്റ്റേൺ യുക്രൈൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റുകൾ തന്നെ ഇനി ഇല്ല. ക്രൈമിയോട് കൂടി ചേർന്നിട്ട് 5 ഒബ്ലാസ്റ്റുകൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉക്രൈനിലെ സെലൻസ്കി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് 6 ലക്ഷം സോൾജേഴ്സ് പോരാ, ഞങ്ങൾക്ക് 8 ലക്ഷം വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നെഗോസിയേഷൻ പോയിന്റ്. എത്ര പോയിന്റുകൾ ഇതിനകത്ത് ഗണ്ണിക്കാനുണ്ട്, എത്ര പോയിന്റുകൾക്ക് തിരിച്ച് സംസാരിക്കേണ്ടതുണ്ട്, എത്ര പോയിന്റുകൾ അതായത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, സെലൻസ്കിയുടെ കൈകൾ ശുദ്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിനെതിരെ നിന്ന് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള അറ്റ്ലീസ്റ്റ് വേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എങ്കിലും ഉണ്ടാവണം. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ ഈസ് ഫാർ ബെറ്റർ ദൻ എനി അതർ കൺട്രി നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്രത്തോളം നമ്മളുടെ മേളിൽ പ്രഷർ ഇട്ടിട്ടും, അതായത് ഇത്രയും രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു നേതാവിനെതിരെ കൈ ഉയർത്തി നിൽക്കുകയാണ്, അതായത് വ്ളാഡിമിർ പുടിനെതിരെ. ആ പുടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇന്ത്യക്കും അവർ പ്രഷർ ഇടുന്നുണ്ട്. പക്ഷെ അതിനെ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ എതിർത്ത് സംസാരിച്ച് അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ ഒരു രാജ്യത്തിനും, അതായത് ഈ രീതിയിൽ ഇതേ മാതൃകയിൽ ഇന്ത്യ കാണിച്ചു കൊടുത്ത ഇതേ മാതൃകയിൽ നിൽക്കാനുള്ള ഒരു ഒറ്റ രാജ്യം പോലും ഇല്ല യൂറോപ്യൻ യൂണിയനിൽ. വെസ്റ്റേൺ രാജ്യങ്ങളായിട്ടുള്ള ഒരു രാജ്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ്. അമേരിക്കയെ എതിർത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒറ്റ രാജ്യമില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു ബോൾഡ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും അമേരിക്കയുടെ മുന്നിൽ ചെന്നിട്ട് മുട്ടുകുത്തി യാചിച്ച് നിൽക്കുകയാണ്, അതായത് രാജാവ് എന്തെങ്കിലും കനിഞ്ഞു തരണം എന്നുള്ള രീതിയിൽ. അതായത് യൂറോപ്യൻ യൂണിയന് 100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് അമേരിക്ക. നിങ്ങളുടെ തൊട്ടടുത്തല്ലേ ഉക്രൈൻ കിടക്കുന്നത്? നിങ്ങൾക്കാണല്ലോ ഉക്രൈനെ റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കയറി പിടിക്കും, അടുത്ത യൂറോപ്പിലേക്ക് വരുന്നുള്ള പേടി. അപ്പോൾ സെക്യൂരിറ്റി വേണ്ടത് നിങ്ങൾക്കല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അടുത്ത്. ഒറ്റൊരുത്തം മിണ്ടുന്നില്ല. കാരണം യുവമാർക്ക് പൈസ മുടക്കാൻ വയ്യ. അത് 100 ബില്യൺ ഓൾറെഡി ട്രംപ് ചോദിച്ചിട്ടുണ്ട് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. ബാക്കിയുള്ള പൈസ റഷ്യയോടൊപ്പം ചേർന്ന് അമേരിക്ക ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സെക്യൂരിറ്റി ഗ്യാരണ്ടിയിൽ വെച്ചിരിക്കുന്ന കുറേ നോംസ് ഉണ്ട്. ആ നോംസ് എന്ന് പറഞ്ഞാൽ ഉക്രൈൻ, സെന്റ് പീറ്റേഴ്സ്ബർഗ്, അതേപോലെ തന്നെ മോസ്കോ, ഇവിടെ എവിടെയെങ്കിലും മിസൈൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അമേരിക്ക ഉക്രൈൻ്റെ സെക്യൂരിറ്റി പിൻവലിക്കും. അതായത് റഷ്യയ്ക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്.
അത് കഴിഞ്ഞിട്ട് ഉക്രൈൻ സ്വമേധയ റഷ്യയെ പോയി ഇനി തോണ്ടാൻ നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക സെക്യൂരിറ്റി ഗ്യാരണ്ടി പിൻവലിക്കും. ഇങ്ങനെ പല പല നോംസുകൾ വെച്ചിട്ടുണ്ട്. എല്ലാ നോംസിലും പറയുന്നത് സെക്യൂരിറ്റി ഗ്യാരണ്ടി പിൻവലിക്കും എന്നാണ് പറയുന്നത്. ഇനി അഥവാ റഷ്യയാണ് അഗ്രസീവായിട്ട് ഉക്രൈനെ ഇങ്ങോട്ട് അറ്റാക്ക് നടത്തുന്നു എങ്കിൽ, അതായത് ആഫ്റ്റർ ദ ഡീൽ, ഈ സൈൻ ചെയ്തതിന് ശേഷം, ഈ ഡീൽ ഒപ്പിട്ടതിന് ശേഷം റഷ്യയാണ് ആദ്യമായിട്ട് ഉക്രൈനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്ക് നടത്തുന്നത് എങ്കിൽ റഷ്യക്ക് ഇപ്പം സ്ലോലി ഈ സാങ്ഷൻസ് ഒക്കെ 1 by 1 ആയിട്ട് ലിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലിഫ്റ്റ് ചെയ്ത എല്ലാ സാങ്ഷൻസും വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഡിസിസീവ് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാവും എന്നാണ് പറയുന്നത്. അതായത് ഈ ഡിസിസീവ് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം റഷ്യ 3-3.5 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസിസീവ് ഓപ്പറേഷൻ, നിങ്ങളുടെ ഓപ്പറേഷൻ എവിടെ പോയി? ഈ ഡിസിസീവ് ഓപ്പറേഷൻസ് ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് പറച്ചിൽ മാത്രമാണ്. ഇവരുടെ ഓപ്പറേഷൻസിന്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയന്റെ നെഗോസിയേഷൻ പോയിന്റ് എന്താണ്? അതായത് റഷ്യ ഇപ്പം ഈ ഒരു ഡീലൊക്കെ ഓക്കെയാണ്. ഈ ഡീലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ റഷ്യയുടെ മേളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധമുണ്ടല്ലോ, സാങ്ഷൻസ്, അത് നമുക്കൊരു 2 വർഷത്തേക്ക് 2028 ബിഗിനിങ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുപോലെ തന്നെ ഉക്രൈനുമായിട്ട് ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടുകൊണ്ട് അമേരിക്ക അവിടെ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഗ്യാസ് പൈപ്പ് ലൈനുകൾ മാത്രം ഏറ്റെടുക്കുക എന്നുള്ളതല്ല, അതേപോലെ റെയർ എർത്ത് എലമെന്റ്സ്, മിനറൽ മൈനിങ്, ഇതെല്ലാം തന്നെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെവിടെയും യൂറോപ്പിന് ഒരു സ്ഥാനവുമില്ല, നാറ്റോയ്ക്കും ഒരു സ്ഥാനവുമില്ല. ഇതിനകത്ത് ഞാനൊരു മാപ്പ് ബിഗിനിങ് മുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ഈ അവിടുത്തെ സ്റ്റേറ്റുകളാണ്. അതിനകത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ലുഹാൻസ്ക്, പിന്നെ ഡോണസ്ക്, അതുപോലെ തന്നെ സെബ്രോഷേഷ്യ, കേഴ്സൺ, പിന്നെ ഏറ്റവും താഴെ ഇരിക്കുന്നതാണ് ക്രൈമിയ ശരിക്കും ആ കടലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് ഈ ഡോണസ്ക് എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിൽ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഡോണസ്കിൽ കുറച്ച് ഭാഗം ഉക്രൈൻ്റെ സൈഡിലുണ്ട്, അവിടെ ഉക്രൈൻ്റെ സോൾജേഴ്സും ഉണ്ട്, അവിടെ എപ്പോഴും കുറച്ച് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം തന്നെ. ഈ ഡോണസ്കിൻ്റെ ഭാഗത്താണ് ഈ പോക്രോവസ്ക്, അതേപോലെ തന്നെ മിൻഹാഡ്, അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്ന കുപ്പിയാൻസ്ക്, ഇതെല്ലാം തന്നെ ആ ഭാഗത്താണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർക്കീവ് ഭാഗത്തോട്ടൊക്കെ വളരെ ഈസി ആയിട്ട് റഷ്യക്ക് കയറി പോകാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു ചെക്ക് പോയിന്റ് ആണത്. അപ്പോൾ അവിടെയാണ് ഉക്രൈൻ്റെ ട്രൂപ്പ് ഏറ്റവും കൂടുതൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും ട്രംപ് പറയുന്നത്, ഈ ഡീൽ സൈൻ ചെയ്യുന്നതോടുകൂടി ഈ ഡോണസ്കിന്റെ ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ഉക്രൈൻ സോൾജേഴ്സ് വിഡ്രോ ചെയ്യണം. അത് ഫുള്ളി റഷ്യക്ക് പോവുകയാണ്. ഉക്രൈൻ്റെ സോൾജേഴ്സ് വിഡ്രോ ചെയ്യുന്ന പോർഷൻസ് അവിടെ വയലറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്. അത് ഡീമിലിറ്ററൈസ്ഡ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കും. അവിടെ റഷ്യ കയറി വരത്തില്ല, പക്ഷെ അത് ഡീമിലിറ്ററൈസ്ഡ് സോൺ ആയിട്ട് പ്രഖ്യാപിക്കും. ബാക്കിയുള്ള എൻറ്റയർ ഡോണസ്കിന്റെ ആ ഒരു എൻറ്റയർ ഏരിയ, ആ എൻറ്റയർ റീജിയൻ റഷ്യക്ക് വിട്ടുകൊടുക്കണം. ഇതാണ് ഇപ്പം നിലവിലുള്ള വിലയിരുത്തൽ. ഇതിനെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ചാണ് രാത്രി മുതൽ വൈകുന്നേരം വരെ യൂറോപ്യൻ യൂണിയനും ഉക്രൈനും അമേരിക്കയും ഇരുന്ന് ചർച്ച നടത്തിയത്. എന്നിട്ട് എവിടെയും എത്തിയിട്ടില്ല, ഒരു തീരുമാനം എത്തിയിട്ടില്ല. ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, വളരെ വൈകാതെ തന്നെ ഞാനൊരു ഗുഡ് ന്യൂസ് ലോകത്തേക്ക് അറിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഗുഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞാലും ശരി തന്നെ, ട്രംപ് കാണിച്ചിരിക്കുന്നത് ട്രംപിന്റെ കുടുംബത്തിന്, അതായത് ട്രംപ് പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്, ഈ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും കച്ചവടം നടക്കണമല്ലോ. അപ്പോൾ ബിസിനസ് തീർച്ചയായിട്ടും ഉക്രൈൻ്റെ ഉള്ളിൽ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ, ആഫ്രിക്കൻ റീജിയൻ്റെ ഉള്ളിലെല്ലാം തന്നെ വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പാൻഷനാണ്, ബിസിനസ് എക്സ്പാൻഷനാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കാര്യം ട്രംപ് പൊസിഷനിൽ നിന്ന് ഇറങ്ങിയാലും ട്രംപിന്റെ കുടുംബക്കാർ നടത്തുന്ന പല കമ്പനികളും ഇപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പോവാണ്. ഗാസയിലായിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഖത്തറിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അപ്പം എല്ലാ മേഖലകളിലും ട്രംപ് ഇപ്പോൾ ഈ 4 വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തം ബിസിനസ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഇതെല്ലാം തന്നെ ബിനാമി ബിസിനസ്സുകളാണ്. ഇപ്പൊ ട്രംപ് ഉണ്ടാക്കി വെച്ച സാമ്രാജ്യമാണല്ലോ ട്രംപിന്റെ മകനായാലും മരുമോനായാലും എല്ലാം കൊണ്ടു നടക്കുന്നത്. G20 സബ്മിറ്റിൽ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പദ്ധതി, ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആ ഒരു ഗ്ലോബൽ വിസിറ്റ്. അപ്പം ഏതൊക്കെ രാജ്യങ്ങൾ, അതായത് ഈ G20 രാജ്യങ്ങളിൽ എവിടെയെങ്കിലും റഷ്യയുടെ ഈ G20 മെമ്പറായിട്ടുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്ദർശനം നടത്തിയാൽ അയാളെ അറസ്റ്റ് ചെയ്യണം. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ള ഒരു റെസൊല്യൂഷൻ G20 കൊണ്ടുവരാൻ ശ്രമിച്ചായിരുന്നു, ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട്. അതിൽ കുറച്ച് രാജ്യങ്ങളൊക്കെ അതിനകത്ത് ഒപ്പുവെച്ചു. പക്ഷേ ഇന്ത്യ ഒപ്പുവെച്ചില്ല എന്ന് കണ്ടപാടെ മറ്റു പല രാജ്യങ്ങളും അതിൽ നിന്ന് പിൻവലിഞ്ഞു. G20 ഇത്തവണത്തെ ആതിഥേയരായിട്ട് സൗത്ത് ആഫ്രിക്ക തന്നെ അതിൽ ഒപ്പുവെക്കാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ അതിൽ ആദ്യം തന്നെ അത് നിഷേധിച്ചത് ഇന്ത്യയാണ്. കാരണം ഞങ്ങൾ ICC-യുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വളരെ സ്മൂത്ത് ആയിട്ട് അതിൽ നിന്നും പിൻവലിയാണ് ചെയ്തത്. ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത് മുന്നോട്ട് വെച്ചത്, ഈ റെസൊല്യൂഷൻ? റഷ്യൻ പ്രസിഡന്റ് 5-ാം തീയതി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പേപ്പർ കൊണ്ട് നീട്ടുകയാണ്, നിങ്ങൾ ഒപ്പുവെക്കുമെന്ന് പറഞ്ഞിട്ട്. നടക്കുന്ന കാര്യമാണോ? ഇന്ത്യ റഷ്യ ബന്ധം വേറെ രീതിയിൽ പോകുന്ന ബന്ധമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഡീലുകളല്ല. ശരിക്കും നമ്മൾ അന്തർവാഹിനി മുതൽ നമ്മൾ പലതരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ വരെ
പണിയാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ്, അത് റഷ്യയിലായാലും ശരി തന്നെ, ഇന്ത്യയിലായാലും ശരി തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എഗ്രിമെൻസും ഡീലിങ്സ് എല്ലാം ഉള്ളതാണ്. അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ SU-57 എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ എഗ്രിമെന്റ് വിത്ത് ടെക്നോളജി ട്രാൻസ്ഫർ, അതും കൂടി ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്ത്യ ലോകത്ത് തന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്ന ആ മേഖലയിൽ ആ ഒരു ക്ലബിൽ മെമ്പർ ആവും. അത് ഉറപ്പാണ്. ഈ ഗ്ലോബൽ ഇമ്പീരിയൽ ക്ലബിൽ മെമ്പർ ആവും. ആ മെമ്പർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും വളരെ കുറഞ്ഞ വർഷത്തിനുള്ളിൽ തന്നെ, വിത്തിൻ 1 year 1.5 year ഇത് സംഭവിക്കും. ഇത് സംഭവിക്കാന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ രാജ്യങ്ങളല്ല, അമേരിക്ക അല്ല, ഈ ഫൈറ്റർ ജെറ്റ് മേഖലയിൽ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള പല രാജ്യങ്ങൾക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വിഷയമാണ്. ഇന്ത്യ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡിഫൻസ് ബയറാണ്. ഇന്ത്യക്കുള്ളിൽ ആ ഉൽപ്പാദനം തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് നഷ്ടം വരാൻ പോകുന്നത്? അവനൊക്കെ തന്നെയാണ് ഈ കണ്ണുകടി. നിലവിൽ തീർച്ചയായിട്ടും ഈ ഒരു 28 പോയിന്റ് കൊണ്ട് ട്രംപ് നല്ല രീതിയിൽ ജിലേബി കൊടുത്തിട്ടുണ്ട് ഈ യൂറോപ്യൻ യൂണിയനും ഉക്രൈനും. അത് വാങ്ങിച്ചുകൊണ്ട് അവർ മടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് ഒന്നും തന്നെ പറയാനില്ല. കാരണം എല്ലാ പോയിന്റുകൾ വെച്ച് നോക്കിയാലും 0 മാർക്കാണ് ഉക്രൈനും യൂറോപ്യൻ യൂണിയനും. ബാക്കി എല്ലാ നേട്ടങ്ങളും ഇതിനകത്ത് കൊയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ ഒരു വിഷയം മാത്രം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.